ഈ 2-3 ദിവസങ്ങളായിട്ട് ട്രംപ് കറങ്ങുന്ന പ്രദേശമെന്ന് പറയുന്നത് അമേരിക്കയുടെ തെക്കൻ പ്രദേശങ്ങളായ ഫ്ലോറിഡ, അവിടെ നിന്ന് ഇന്ന് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്നത് ടെന്നീസിയിലാണ്. ഈ യാത്രാമധ്യം മുഴുവനും വളരെ നിർണായകമായ യുദ്ധം പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങൾ, ഒട്ടനവധി പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തോടൊപ്പം പറയുന്നുണ്ട്. അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി അവസരം എടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം അദ്ദേഹം എക്സിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹ്യ മാധ്യമത്തിൽ പ്രതിപാദിച്ച വിഷയം, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാതെ അവിടെ ഭീഷണികളിൽ നിന്നും പിൻവാങ്ങി, അവിടുത്തെ ത്രെറ്റ്സ് പിൻവാങ്ങിയില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ പോരാട്ടം. അത് ട്രംപ് വ്യക്തമായിട്ട് പറഞ്ഞത് അവിടുത്തെ ഇലക്ട്രിക് എനർജി ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കരണ്ട് കൊടുക്കുന്ന ആ ഒരു പ്രദേശങ്ങൾ, കരണ്ടുമായിട്ട് ബന്ധപ്പെട്ട യന്ത്രസാമഗ്രികളും അല്ലെങ്കിൽ എനർജി, ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന റിഫൈനറികളൊക്കെ നശിപ്പിക്കും. കാരണം ഇതൊക്കെ യുദ്ധമാണെങ്കിൽ കൂടി ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങൾ പ്രകാരം നിങ്ങൾക്ക് ബോംബിങ്ങിന് സിവിലിയൻ സ്ഥലങ്ങളിൽ ബോംബ് ചെയ്യാൻ പാടില്ല, അവിടെ ബോംബ് ചെയ്യാൻ പാടില്ല, ഇവിടെ ബോംബ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ ഒരു പരിധി വരെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടത്തേക്ക് അത് യുദ്ധക്കുറ്റമായിട്ട് നേതാക്കന്മാർക്കെതിരെ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അമേരിക്കയും ഇസ്രയേലും ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. അവർ മുകളിൽ നിന്ന് ബോംബിട്ട് അവസാനിപ്പിച്ചു. എന്നാൽ ഇറാൻ എന്തെങ്കിലും കോട്ടം പറ്റിയോ? ചെറിയ കോട്ടങ്ങൾ, അതായത് അവരുടെ മിസൈൽ സിറ്റികൾ, ബങ്കർ, അണ്ടർഗ്രൗണ്ട് ബങ്കർ, 100 മീറ്റർ മുതൽ 1/2 കിലോമീറ്ററൊക്കെ താഴേക്ക് പോയിരിക്കുന്ന ബങ്കറുകളിലാണ് അവരുടെ ആയുധങ്ങളും മിസൈലുകളും എല്ലാം നിറച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ കവാടങ്ങൾ തകർത്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇത് മുൻകൂട്ടി കണ്ട ഇറാൻ ഒരു ദിവസം മുകളിൽ നിന്ന് ബോംബ് ചെയ്യുമെന്നറിയാം. കാരണം അവർക്കൊരു എയർഫോഴ്സ് ഇല്ല. അവർക്ക് നേവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോംബിട്ട് അത് പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റും. എന്നാൽ അവരുടെ ആ ഒരു ബങ്കറുകൾ നശിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന് താഴെ ആൾ ചെന്ന്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബൊക്കെ ട്രംപ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറയേണ്ടി വരെ ചിലപ്പോൾ അതിന് ഇവിടെ അമേരിക്കയിൽ തന്നെ അദ്ദേഹത്തിന് കൈമ വിലങ്ങൾ വീഴുന്ന സ്ഥിതി. പ്രസിഡൻ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ട്രംപ് പലപ്പോഴും ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയൊക്കെ എന്നും ഇത് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ചിന്തിക്കാനാവാത്ത കാര്യമാണ്. അതാണ് ഉള്ളത്. നമ്മളീ പറയുന്ന വേളയിൽ മധ്യസ്ഥന്മാരും ചർച്ചകളും നടക്കുന്നു. ട്രംപ് അത് വ്യക്തമായിട്ട് ഇന്നലെ ഫ്ലോറിഡയിൽ നിന്നും വിമാനത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള സ്ഥലം ന്യൂയോർക്കായിരുന്നു. 5th അവന്യൂവിൽ ഒരു ട്രംപ് ടവർ ഉണ്ട്. പിന്നെ കൊളംബസ് സർക്കിളിൽ പോയാൽ ഒരു ട്രംപ് ടവർ ഉണ്ട്. അവിടേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യവഹാര കേന്ദ്രങ്ങൾ പ്രസിഡൻ്റ് ആകുന്നത് വരെ. കഴിഞ്ഞ പ്രസിഡൻ്റ് സ്ഥാനം വന്നപ്പോൾ അദ്ദേഹം ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ ഒരു കടലിനോട് ചേർന്ന് നല്ലൊരു കൊട്ടാരം സദൃശ്യമായ ഒരു ഇതൊക്കെ ഉണ്ടാക്കി അവിടെയാണ് അദ്ദേഹം സ്ഥിരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കേന്ദ്രം ഫ്ലോറിഡയാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഫ്ലോറിഡയിൽ ഇന്നലെ ടർമാക്കിൽ വെച്ച്, അതായത് എയർഫോഴ്സ് വണ്ണിൽ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ടർമാക്കിൽ വെച്ച് ട്രംപ് പത്രക്കാരോട് സംസാരിച്ച രീതി എന്ന് പറഞ്ഞത്, ഞാൻ സെക്രട്ടറി ഓഫ് വാർ, അതായത് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനോട് പറഞ്ഞിട്ടുണ്ട് 5 ദിവസം ആ 48 മണിക്കൂറിൽ നിന്നും നീട്ടി ചർച്ചകൾ നടക്കുന്നതിനാൽ ഈ 5 ദിവസം കൂടി ബോംബ് ചെയ്യരുതെന്ന്. കാരണം ഈ ചർച്ചകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തി മരുമകൻ ജെറാഡ് കുഷ്ണർ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത് സ്റ്റീവ് വിറ്റ്കോഫ്, ഇവരാണ് ഈ ഹമാസിന് വേണ്ടി ചർച്ചയ്ക്ക് പോകുന്നു, റഷ്യയോട് ചർച്ചയ്ക്ക് പോകുന്നു. ഈ ചർച്ചകളിൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികൾ മരുമകൻ. ഇത് കുടുംബ കച്ചവടം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നടക്കട്ടെ, സമാധാനമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഖത്തർ രാജാവ് തമീം, അദ്ദേഹത്തിന് വലിയ പങ്കാണ് ട്രംപായിട്ട് അടുത്ത ബന്ധം. ഈ ബന്ധം എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രചാരണ വേളയിൽ ട്രംപ് പറഞ്ഞിരുന്നത് ഖത്തറിനെ ഞങ്ങൾ ഒഴിവാക്കും, കാരണം അദ്ദേഹത്തിൻ്റെ ബന്ധം മുഴുവനും സൗദി രാജാവായിട്ടായിരുന്നു. എന്നാൽ തമീമാണ് ഭരണത്തിൽ വന്നതിന് ശേഷം ഒരു പ്ലെയിൻ സമ്മാനമായിട്ട് കൊടുത്തൊക്കെ നമ്മൾ കണ്ടതാണ്. $400 മില്യൺ ഒരു പ്ലെയിൻ എയർഫോഴ്സ് വണ്ണിന് കൊടുത്തു. അപ്പം വ്യക്തിബന്ധം തമീമായിട്ട് വെച്ച് പുലർത്തുന്നു. അതുകൊണ്ടാണ് LNG ടെർമിനലിൽ ബോംബിട്ടിട്ട് $20 ബില്യൺ, അടുത്ത 5 കൊല്ലത്തേക്ക് $100 ബില്യൺ നഷ്ടമാണ് ഖത്തറിന് ഇറാൻ വരുത്തി വെച്ചത്. അപ്പോൾ ട്രംപ് വ്യക്തമായിട്ട് വന്ന് പറഞ്ഞു, പാവം രാജ്യമായ ഖത്തറിനോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ നശിപ്പിച്ച് കളയും. സൗത്ത് പാഴ്സ്,
അതായത് ഇവിടെ ലാസ് റഫൻ എന്ന് പറഞ്ഞ റാസ് ലഫൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശത്തെ LNG, ലോകത്തിലെ ഏറ്റവും വലിയ LNG ലിക്വിഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രദേശത്താണ് ബോംബ് ചെയ്തത് ഇറാൻ. അതും ഇത്ര സൗഹൃദ രാജ്യമായിട്ട് അവർക്ക് വേണ്ടി വാദിച്ച ഖത്തറിന് തന്നെയിട്ട് ഇറാൻ പണി കൊടുത്തത്. അപ്പം അതിന് ഇതായിട്ട് വന്നത് ട്രംപ് വന്ന് പറഞ്ഞത് നിങ്ങളുടെ എല്ലാ സകലമാന സൗത്ത് പാഴ്സും നശിപ്പിച്ച് കളയുന്നതാണ് ട്രംപ് ഇത് ഖത്തറിന് വേണ്ടിയിട്ട്. അപ്പം ഇതിൽ പിന്നെ ഖത്തർ രാജാവ് ഇടപെട്ടിരിക്കുന്ന മധ്യസ്ഥനായിട്ട്, ഒപ്പം തന്നെ പാകിസ്ഥാൻ ഇടപെട്ടിട്ടുണ്ട്, ടർക്കി ഇടപെട്ടിട്ടുണ്ട്. ഇവരൊക്കെ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പം വളരെയധികം ഒരു വിവാദമായ പ്രസ്താവനയാണ് ഫ്ലോറിഡയിലെ ആ എയർഫോഴ്സ് വണ്ണിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞത്. ഞാനും അയത്തുള്ളയും കൂടിയായിരിക്കും, അതായത് അയത്തുള്ള ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനിയും കൂടിയിട്ട് ഇനി ഇറാൻ, അദ്ദേഹത്തിനോട് ഇത് ചോദിച്ചു ഇനി ആരായിരിക്കും ഇറാൻ ഭരിക്കുന്നത്, അവിടുത്തെ ഭരണ സംവിധാനം എങ്ങനെയായിരിക്കും, ആരാണ് തലപ്പത്ത് വരാൻ പോകുന്നത് എന്ന് ട്രംപിനോട് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞ ഒരു വാക്ക് ഒരു പക്ഷേ നമുക്കൊന്നും കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിനെ വധിച്ചു, അവിടെയുള്ള ഒരുവിധമൊക്കെ നിർത്തി, അതിട്ട് അദ്ദേഹത്തിന് വധിക്കാതെ വെച്ചിരിക്കുകയാണ്. വധിക്കാൻ അദ്ദേഹം, ട്രംപ് പറയുന്നുണ്ട് അദ്ദേഹം ജീവനോടെ ഉണ്ടോ, ഞാനും ഖമേനിയും വേണമെങ്കിൽ, മൊജ്തബ ഖമേനി മകൻ ഖമേനിയുമായിട്ട് വേണമെങ്കിൽ ഒരുമിച്ച് ഇറാൻ ഭരിക്കാം, അത് ഞാനാണ് ഭരിക്കുന്നത്, മേ ബി മീ ഞാനായിരിക്കും, എന്നിരുന്നാൽ കൂടി ഞാനും ഖമേനിയുമായിട്ട് അപ്പോൾ ഒരു പക്ഷേ ചർച്ചകൾ അങ്ങനെയായിരിക്കാം. ട്രംപിൻ്റെ ആ ഒരു ട്രംപിനെ ആളായിട്ടിരുന്നാൽ മതി എല്ലായിടത്തും. ഇപ്പോൾ വെനിസുലയിലാണെങ്കിലും അവിടെ ട്രേസി റോഡ്രിഗസിനെ കൊണ്ടിരുത്തി, അതായത് മദൂരോയുടെ ഏറ്റവും വലിയ വിശ്വസ്തയായിരുന്നു ഈ ട്രേസി റോഡ്രിഗസ് എന്ന വൈസ് പ്രസിഡൻറ്റ്. ആ സ്ത്രീയെ കൊണ്ടു നിർത്തി, ആ സ്ത്രീ ഭരിക്കുന്നത് ഞാൻ ട്രംപ് പറയുന്നതൊക്കെ കേട്ടോളാം. ട്രംപിന് അവിടെ ഒരു നോബൽ സമ്മാന ജേതാവായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരായിരുന്നു ട്രംപിൻ്റെ അവിടെ ഭരണത്തിൽ വരുമെന്ന് വിചാരിച്ചത്. പക്ഷേ വെനിസുലയിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് ട്രേസി റോഡ്രിഗസിനെ, അവിടുത്തെ മദൂരോയുടെ ഏറ്റവും വലിയ ചങ്കായിരുന്നു. അതുപോലെ ഇറാനിൽ സ്വന്തം മകനുമായിട്ട് ചേർന്ന് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കാര്യം നടക്കുക. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം കാര്യങ്ങൾ മതി. അപ്പം അദ്ദേഹം ഈ യുദ്ധം അങ്ങോട്ട് അവസാനിച്ച് കിട്ടിയാൽ അദ്ദേഹത്തിന് കൈ ക്ലീനായി. ഒപ്പം ഇറാനിൽ ഒരാളെ ഇരുത്തി, അതും ഖമേനി എന്ന ലാസ്റ്റ് നെയിമുള്ള ആളെ കൊണ്ടിരുത്തി ഭരണം നിയന്ത്രിക്കാം, അതോ പെസഷ്കൻ. ഇതിനിടയിലൊക്കെ ഈ ചർച്ചകൾ നടക്കുമ്പോഴും പഹ്ലാവി, മുമ്പത്തെ ഷാ ഭരണകൂടത്തിൽ 50 വർഷം മുമ്പ് ലോകത്തിന് തീവ്രവാദത്തിൻ്റെ അഗ്നിക്കെതിട്ട കൊമേനി ആ ഒരു നേതൃത്വത്തിന് മുമ്പ് ഇറാൻ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തിലെ പഹ്ലാവി ലോകം മുഴുവനും കറങ്ങി നടക്കുന്നത്, ട്രംപിനെ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്നാണ് ലോകം വിലയിരുത്തുന്നത്. പഹ്ലാവിക്ക് പണ്ടത്തെ അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരിൽ നിന്ന് ഉള്ള ആ ഒരു തലമുറ അവകാശം പോലെ റോയൽ ഫാമിലിയാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ റോയൽ ഫാമിലി എന്നാണ് ലോകം വിളിക്കുന്നത്. ലോകത്തെല്ലായിടത്തും റോയൽ ഫാമിലീസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും പണ്ട് ഭരണം നയിച്ചിരുന്നവരെ നമ്മൾ രാജകുടുംബം എന്ന് വിളിക്കുന്ന പോലെ ആ റോയൽ ഫാമിലിയിലുള്ള പഹ്ലാവിക്ക് വളരെ മോഹങ്ങളുണ്ട് ഇറാൻ്റെ ഭരണം നേതൃത്വം. അദ്ദേഹം അതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളിലും എല്ലാം ഭയങ്കരമായിട്ടൊരു ലോബിയിങ് ചെയ്യുന്നുണ്ട്, പല സാമൂഹ്യ മാധ്യമങ്ങളും പുഷ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രംപ് തന്നെ പറഞ്ഞു പഹ്ലാവിക്ക് അതിനുള്ളൊരു ക്വാളിറ്റി ഇല്ല എന്നുള്ളത്. ഒരു പക്ഷേ അവിടെ ട്രംപ് മൊജ്തബ ഖമേനിയെ കൊണ്ടിരുത്തി ഭരണം നടത്തും എന്നാണ് അതുപോലെയുള്ള ചർച്ചകൾ. ഇപ്പോൾ ട്രംപ് അത് വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങളൊരു ചർച്ചയ്ക്കും ഇല്ല, ഞങ്ങൾ നശിപ്പിച്ചിരിക്കും, അമേരിക്ക നശിപ്പിക്കും, ഇസ്രായേലിനെ നശിപ്പിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇതോടൊപ്പമുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നത്താൻസിലെ ന്യൂക്ലിയർ സംവിധാനത്തെ നശിപ്പിച്ചിരുന്നു. ആ ഒരു നത്താൻസിലാണ്. അതുകൊണ്ടാണ് IAEA ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഇത് ഐക്യരാഷ്ട്രസഭയുടെ അണ്ടറിൽ വരുന്ന ആ സഭ ഇവർ പറഞ്ഞത് അവിടെ ഈ ആണവ വികിരണീകരണം നടക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് സംശയം. കാരണം അവിടെ ആയിരുന്നു, നത്താൻസിലായിരുന്നു. എല്ലാവരും വിചാരിച്ചു ഇസഫഹാനിലാണോ ഫോർദാമിൽ മുമ്പ് ബോംബ് ചെയ്തിരുന്നു ഒരു 6 മാസം മുമ്പ്. പക്ഷേ എവിടെയാണെന്നുള്ളത് ഇപ്പം നത്താൻസിലാണ് എന്ന് ആ ഒരു അടി കിട്ടിക്കൊണ്ടുവന്നാണ് ഡിമോണ എന്ന് പറഞ്ഞ ഇസ്രായേലിലെ ആണവ കേന്ദ്രത്തിനെതിരെ ഇറാൻ ആക്രമണം നടത്താനുള്ള കാരണമുണ്ടായത്. കാരണം അവരുടെ ആണവ കേന്ദ്രം നശിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലൂടെ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇറാനിലെ ആ ഒരു ആണവ കേന്ദ്രം നത്താൻസിലാണോ, അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആ ഒരു യുദ്ധത്തിന് പോയിട്ട് പട്ടാളക്കാരെ ഇറക്കി അവരെ കുരുതി കൊടുക്കുന്നതിനേക്കാളും നല്ലത്
ചർച്ചയിലൂടെ നെഗോഷിയേറ്റ് ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ആ രാജ്യത്തിൻ്റെ ഭരണം എടുക്കുകയായിരിക്കും ഒരു പക്ഷേ ട്രംപിൻ്റെ തന്ത്രം എന്ന് പറയുന്നത്. ട്രംപിനറിയാം ഇത് ഇറാന് കാര്യമായ അടിയൊന്നും ഏറ്റിട്ടില്ല. അവർക്ക് പണ്ടേ എയർഫോഴ്സ് ഉണ്ടായിരുന്നില്ല. വിമാനങ്ങളൊക്കെ പണ്ടത്തെ വിമാനങ്ങളായിരുന്നു. അവർക്കുള്ളത് മുഴുവനും ബങ്കറുകളാണ്. അവിടേക്ക് ആൾ ചെന്നാലേ നടക്കുള്ളൂ. അത് ഇറാൻ അറിയാം. അവിടെ ചെല്ലാനായിട്ട് ഈ ട്രംപ് തുനിഞ്ഞാൽ ട്രംപ് വലിയ വില കൊടുക്കേണ്ടി വരും. അത് ഇസ്രയേലിനും അറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ കൂടുതലായിട്ട് മൊസാദ് എന്ന ചാരസംഘടന വഴിയുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഇതൊരു ചർച്ചയിലൂടെ, കാരണം തമീമും ജെറഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും ഒപ്പം പാകിസ്ഥാനും ടർക്കിയും ഇതൊക്കെ ഒരു പക്ഷേ ട്രംപ് തന്നെ പറഞ്ഞു വിടുന്ന ശക്തികളായിക്കൂടാന്നില്ല. കാരണം അദ്ദേഹത്തിനറിയാം കൈ പൊള്ളും എന്നുള്ളത്. അവിടെ ചെന്ന് പട്ടാളം മരിച്ചു വീണാൽ അമേരിക്കയിലെ ജനം വെറുതെ ഇരിക്കില്ല. കാരണം യുദ്ധത്തിൽ പോകരുതെന്ന് ട്രംപിൻ്റെ മാഗ സപ്പോർട്ടേഴ്സ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഇത് പറഞ്ഞിട്ട് യുദ്ധം വേണ്ട എന്നിട്ട് യുദ്ധം ഉണ്ടാവില്ല എന്നും ട്രംപ് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ട്രംപ് ഒരു പക്ഷേ അതിൽ നിന്നും പിൻവാങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനെ ഇറാൻ അത് കണക്കാക്കുന്നില്ല. ഇറാഖിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ വന്നിട്ട് പറയുന്നുണ്ട് ട്രംപ് യു ആർ ഫയേർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇംഗ്ലീഷ് ഒരു വാക്ക് പഠിച്ച് അദ്ദേഹം അറബിക്കിലാണ് കൊടുക്കുന്നത്. അതിന് സാമൂഹ്യ മാധ്യമങ്ങൾ അതൊരു വ്യക്തി ഒരു പട്ടാള വേഷം ഇട്ടിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ട്രംപ് യു ആർ ഫയേർഡ്, എവിടെയോ ബങ്കറിൽ ഒളിച്ചിരുന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ കൂടി ട്രംപ് യു ആർ ഫയേർഡ്, യു ആർ വാണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചർച്ച വ്യക്തമായിട്ട് നടക്കുന്നുണ്ട്. തന്നെയല്ല, അതിതീവ്ര നിലപാടുകളുള്ള ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും വരുതിയിൽ വരാത്ത നേതാക്കന്മാരെ അവിടെ വരുതിക്ക് വരുത്തി എന്ന് വേണം, എടുത്തു കളഞ്ഞു. ആദ്യമായി ഖമേനി, അവിടെ നിന്ന് താഴെയുള്ള വലിയ നേതാക്കന്മാർ അവസാനം ഒരു മിതുത്വം പാലിക്കുന്ന ലാരി ജാനിയെ പോലും കളഞ്ഞു. ഇനി അവിടെ ചർച്ചയ്ക്കുള്ള സമാധാനക്കാരാ ഒരു പക്ഷേ പെസഷ്കാനും പിന്നെയുള്ള മൊജദാബ ഖമേനി മകൻ ആയ അലി ഖമേനിയുടെ ഒരു അദ്ദേഹത്തെ അവഹേളിച്ചത്, അതായത് അദ്ദേഹം ഒരു സ്വവർഗരതിക്കാരനെന്നും പറഞ്ഞ് ട്രംപ് അവഹേളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻറ്റ്, അദ്ദേഹം കഴിവില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ അദ്ദേഹം ലണ്ടനിൽ ഒരു ചികിത്സയ്ക്ക് പോയിരുന്നു. ഖമേനി തന്നെ, അതായത് അയത്തുള്ള ഖമേനി, അലി ഖമേനി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവന് ഇത് തലമുറ കൈമാറ്റം കൊടുത്തിട്ട് കാര്യമില്ല, ഇവനെ കൊണ്ട് ഇത് നടത്താൻ പറ്റില്ല എന്നുള്ളത്. ഒരു പക്ഷെ അത് ഒക്കെ ഈ മൊജ്തബ ഖമേനി റഷ്യയിൽ ചികിത്സയിലാണെന്നും സൂചനകൾ, ഇതൊക്കെ നമുക്ക് സൂചനകളായിട്ടാണ് പല മാധ്യമങ്ങളിൽ നിന്നുള്ള സൂചനകൾ. റഷ്യയിൽ ചികിത്സയിലാണെന്ന് പിന്നീട് വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാല് പോയി, അദ്ദേഹം കോമയിലാണ്. പിന്നീട് അദ്ദേഹം സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് വന്നു, പക്ഷേ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല. വോയിസ് ക്ലിപ്പൊക്കെ വരുന്നു. പക്ഷേ അപ്പോൾ ഒരു പക്ഷേ ഇസ്രയേലിനെ കൂട്ടാതെ ട്രംപിന് ഇതിൽ ഒരു തീർപ്പിലെത്താൻ പറ്റുമോ എന്നൊക്കെയാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം. എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ ഒരു 5 ദിവസത്തെ ഗ്യാപ്പാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും വലുത് തൊട്ട് ആദ്യം എന്നാണ് പറഞ്ഞേക്കണം. അത് ബോംബ് ചെയ്ത് നശിപ്പിച്ച് കഴിഞ്ഞാൽ 25 വർഷം എടുക്കും അത് വീണ്ടും നമ്മുടെ നാട്ടിലത്തെ അവസ്ഥയിൽ. ഇപ്പോൾ ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രദേശത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ 25 വർഷമെങ്കിലും എടുക്കും അത് വീണ്ടും കെട്ടിപ്പടുത്തുന്ന വേറൊരു എനർജി സ്ട്രക്ചർ, കറണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതാണ്, ഇപ്പോൾ ഇറാൻ ആ സ്ഥിതിയിൽ എത്തിക്കുന്നതാണ് ട്രംപ് പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.